ആരാധനാലയങ്ങളിലേക്ക്, മനുഷ്യ ദൈവങ്ങളുടെ സന്നിധാനങ്ങളിലേക്ക് പരക്കം പായുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആത്മീയ കേന്ദ്രങ്ങളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക്, ഗുരുക്കന്മാരുടെ സന്നിധികളിലേക്ക്, ആചാര്യങ്ങളുടെ സന്നിധിയിലേക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഓടിക്കൂടുന്ന ജനസമൂഹത്തെയാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് നന്നാകണമെങ്കിൽ ആ സ്വന്തമായ അനുഗ്രഹം വേണം. ബാക്കി മൂന്നുണ്ടെങ്കിലും സ്വയം വിചാരിച്ചില്ലെങ്കിൽ നന്നാകും. ഇന്നലെ നമ്മൾ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞു. ഗുരു പറഞ്ഞ മദ്യം വിഷമാണ്, എടുത്തെടുത്ത് കൊടുത്തെടുത്ത് കുടിക്കരുത്. നമ്മൾ അനുസരിച്ചോ അനുസരിച്ചില്ലയോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ കേൾക്കുന്നതല്ല. മഹാഗുരുക്കന്മാർക്ക് ഒരു പഞ്ഞമില്ലാത്ത നാടാണ് ആശവാനം. ഋഷിമാരുടെ ഭാരതമാണ് ആശവാനം. അതുപോലെ അവതാര പുരുഷന്മാരായിട്ട് നമ്മൾ കണക്കാക്കി നമ്മൾ ആരാധിക്കുന്നവരും എല്ലാവരും നല്ലതാണ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതക്കാരും അവലേഷിക്കുന്നതും നന്മയാണ്. അങ്ങനെ മഹാഗുരുക്കന്മാരെ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ വന്ന് അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന്റെ ഉന്നത സംഘങ്ങളിൽ എത്തിച്ചേരുവാൻ സഹോദരരെ ഒന്നിച്ചു ചേരണം. ആ ഗുരുവിന്റെ സമയത്ത് ഒന്നിച്ചു ചേരും. എല്ലാത്തിനെയും നേരെയുള്ള ഗുരുവാണ്. ജ്ഞാന ജ്ഞാനാന്റെ
നമുക്ക് എന്ന് നിന്നും നമിക്കാം. ഇത് വൈകിയ വേളയിൽ ഒരു നീണ്ട പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. അക്ഷര പ്രകാശമായിരിക്കുന്ന അറിവിന്റെ സൂര്യനായിരിക്കുന്ന ആ ശ്രീനാരായണഗുരുദേവന്റെ മാർഗം പിന്തുടർന്ന് അത് ജീവിതത്തിൽ പകരുവാൻ നമ്മൾ തയ്യാറാകണം. ഇന്നലെ ഞാൻ പറഞ്ഞു, എല്ലാവരും ഒരേ ഒരു ആത്മസ്വരൂപമാണ്. ഗുരുദേവൻ തന്നെ പറയുന്നത് അവനാണ് ആത്മസുഖത്തിൽ ആഗ്രഹിക്കുന്നത്, അവരുടെ സുഖത്തിന് വേണം. അപ്പം നമ്മുടെ സുഖം മറ്റുള്ളവർക്ക് വരുന്ന ഒരു കാലഘട്ടം എന്ന് കാണുന്നു. കാട്ടിലെ കുറെ ഒരവസരത്തിന് മൃഗങ്ങളെല്ലാം കൂടെ വഴിച്ചിട്ട് പോലും വന്ന കാട്ടിലുള്ളത് അവർ പറഞ്ഞ് ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് ഏറ്റവും വലുത്. ആന പറഞ്ഞ് ഞാനാണ് ഈ വനത്തിലുള്ളത് ഏറ്റവും വലിയാണ്. അപ്പൊ സുഖം പറഞ്ഞ് ഞാൻ ഇല്ലാത്ത വലുപ്പമൊന്നുമില്ലത്, എന്റെ ശബ്ദം കേട്ടാലും നീ പോകുന്നത് പോകും. അപ്പൊ ഇനി ഓരോരുത്തരും മത്സരിച്ചപ്പം കൗശലക്കാരനായ പൂർവ്വം പറഞ്ഞു, എന്റെ കൗശലത്തിൽ നിങ്ങളെല്ലാം കുടുങ്ങി പോകും, ഞാനാണ് ഈ വനത്തിലുള്ളത് ഏറ്റവും വലുത്. അങ്ങനെ പറഞ്ഞപ്പോൾ ശാന്തജീവിയായ ഒരു പാവം മൃഗം പറഞ്ഞ്, നിങ്ങൾ ആരും വഴക്കുന്നുണ്ടായി ലോകത്തിൽ വളരെ ഏറ്റവും വലുതാകണമെന്ന് നമുക്കറിയാം, ഈ വനത്തിൽ ഒരു താമസിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ മൃഗങ്ങളെല്ലാം ഒന്നിച്ച് ഈ താമസന്റെ അടുത്തേക്ക് പോയി ആരാണ് വലുതെന്ന് അറിയണമെന്ന് അങ്ങോട്ട്. ഇവരെല്ലാം കൂടെ ചെന്നപ്പോഴാണ് താമസൻ ചോദിച്ച് എന്താണ് എല്ലാവരും വന്നത്. ഇപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾ ഓരോരുത്തരും ആരാ വലുതെന്നുള്ള ഉയർന്ന ജീവി, അതായത് ഈ പ്രപഞ്ചത്തിലുള്ളത് എല്ലാം അറിയാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലുത്, സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മൃഗങ്ങൾ പറഞ്ഞു, ശരി, ഞങ്ങളൊക്കെ സമ്മതിച്ചിരിക്കുന്നു, ഈ മനുഷ്യനെ കീഴ്പ്പെടാത്തതായിട്ടൊന്നുമില്ലല്ലോ, ഞാൻ സമ്മതിച്ചത്. അപ്പോഴൊരു കൊച്ചു മൃഗം എഴുന്നേറ്റ് ചോദിച്ചു, അല്ല, എനിക്കൊരു സംശയമുണ്ട് ഭഗവാനെ, അത് മറ്റൊന്നുമല്ല. ഈ മനുഷ്യനെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഗുണമുണ്ടല്ലോ, മനുഷ്യന് മനുഷ്യൻ്റെതായിട്ടുള്ള ഗുണം. ഭഗവാൻ ശ്രീനാരായണഗുരുദേവൻ പറഞ്ഞത് മനുഷ്യരാണോ മനുഷ്യത്വം, മനുഷ്യനിൽ മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരെ എന്തോ പറയും. എറണാകുളം ചോദിച്ചപ്പോൾ ആ താമസം പറഞ്ഞു, മനുഷ്യത്വം ഇല്ലാത്തവരെ മൃഗത്തിന് തുല്യമാണ്. ആ മനുഷ്യന്റെ ഗുണമില്ലെങ്കിൽ മൃഗത്തിന് തുല്യമാണ്. അവർക്ക് സന്തോഷമായി. അത് ഞങ്ങളോടൊപ്പമുള്ളവരും ഉണ്ട്. മനുഷ്യനിൽ മനുഷ്യന്റെ ഗുണം വേണം. പറയാണ്, ഈ കച്ചിത്തോട് പോലെ ഇട്ടുന്ന വയറ്റത്ത് രണ്ട് കാല് നോക്കിയിട്ടാൽ മനുഷ്യനാകും. ഞാൻ എന്നാണെന്ന് ഓർക്കുക, ഭഗവാൻ ശ്രീനാരായണഗുരുദേവൻ മനുഷ്യ മഹിമയെ എടുത്തു കാണിച്ച് നമുക്ക് തരികയും മനുഷ്യനാൽ സാധ്യമല്ലാത്തത് ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാനവികതയുടെ മാറ്റിവെച്ച് കാട്ടിക്കൊണ്ട് 10-60 ശതമാനം കൃതികൾ നമുക്ക് വേണ്ടി രചിച്ച് 72 വർഷക്കാലം ജീവിച്ച ജീവിതം ആ മനുഷ്യത്വമാക്കി മാറ്റി. അതായത് മനുഷ്യനായി വന്ന് ദേവനായി, പിന്നെ ദൈവമായി, ഒടുവിൽ ഗുരുവായി. എല്ലാത്തിനെയും മീതെയാണ് ഗുരു, എല്ലാത്തിനെയും അറിയിക്കുന്നവരാണ് ഗുരു. ആ ഗുരുവിന് ജാതിയില്ല, മതമില്ല, ആണില്ല, പെണ്ണില്ല, പാർട്ടിയില്ല, അവിടമില്ല, ഇവിടമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ ഓർക്കുകയാണ്, കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഇവിടെ വന്നത്. പക്ഷേ പത്തനംതിട്ട തന്നെയാണ് ഇവിടെ നിന്നാണ് എന്റെ വന്നപ്പെട്ടതിന്റെ കാരണം. അവിടെ ഇരിക്കുന്നത് പോലെ തോന്നുകയാണ്, ഇത്രയും ദൂരം വന്നു എന്ന് ഒരു ഓർമ്മ പോലും. അവിടം വിടം എന്നും നമ്മൾക്കെല്ലാം വകഭേദം, അവിടം വിടം എന്നും നമ്മൾക്കെല്ലാം വകഭേദം. ഞാനും നീയും ഞങ്ങൾ നിങ്ങൾ അഖിലം അറിവായി കാണുന്നു. അറിവാം ശക്തി അനന്തശക്തി അത് തന്നല്ലേ ഓങ്കാരം. അറിവാം ശക്തി അനന്തശക്തി അത് തന്നല്ലേ ഓങ്കാരം. ഒരുമിച്ചൊരുമിച്ചൊരുമിച്ച് ഓങ്കാരം
അവനെ